ഹലോ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഓഫിന് ശേഷം ഞാൻ വർഷം കൂടെ വെറുതെ നടക്കാനങ്ങ് ഇറങ്ങി. പിന്നെ അത് സാറയിലോട്ട് കയറി അവിടുത്തെ ഒരു ട്രയൽ സെഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുറച്ച് കോപ്രായങ്ങളെല്ലാം കാണാമല്ലോ. അപ്പോൾ 3 ട്രൈ ചെയ്തു. അതിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു, അതെടുത്തു. ആദ്യം നോക്കിയത് അതും ഇഷ്ടപ്പെട്ടായിരുന്നു, അതും എടുത്തു. പിന്നെ അത് കഴിഞ്ഞൊരു റെഡ് കളറിൻ്റെ ആണ് നെക്സ്റ്റ് വരുന്നത്. അത് പക്ഷേ അച്ചുവിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുറച്ച് ഓക്കെ ആയിരുന്നു, പക്ഷേ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. സോ പിന്നെ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ എനിക്ക് ഇങ്ങനെ കുറച്ച് ഭ്രാന്തുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വെറുതെ കോപ്രായം കാണിക്കും. ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ. അതിനുശേഷം ഇപ്പോൾ കാണുന്നത് ഇത് ആക്ച്വലി ഞാൻ ഇട്ടുകൊണ്ട് വന്നതാണ്. പിന്നെ വെറുതെ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കെന്ന് വിചാരിച്ച് അതിൻ്റെയും കൂടെ ഒരു വീഡിയോ അങ്ങ് എടുത്തു. എന്തിനാ അതായിട്ട് കുറയ്ക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പൊട്ടിച്ച് അങ്ങ് ഇറങ്ങി. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് ഇവിടെ ഒരു വീഡിയോ എടുക്കുന്നത് പറഞ്ഞെടുത്താണത്. അച്ഛനോട് പറയുന്നത് അതിൻ്റെ പൈസ ഒരുപാട് ഞാൻ പൊട്ടിച്ചു. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു നിയർലി 187 പൗണ്ട് ഞങ്ങൾ അവിടെ തന്നെ ചിലവാക്കി. അതിനുശേഷം ഞങ്ങൾ നടന്ന് എൻ്റെ മുടി ആക്ച്വലി വെട്ടിക്കണമായിരുന്നു. എവറി മന്ത് ഹെയർ കട്ട് എന്നുള്ളത് എനിക്ക് എന്തോ അതിപ്പോൾ അങ്ങനെയാണ്. എവറി മന്ത് ഹെയർ കട്ടിന് പോകണം. സോ അങ്ങനെ പോയപ്പോൾ അവിടെ വെച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കയറ്റി കുറച്ച് ഫെയ്ഡായിട്ട് എടുക്കാമെന്ന് പുള്ളിയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി കുറച്ച് കയറ്റി ഫെയ്ഡായിട്ട് എടുത്തു. അതിന് ശേഷമുള്ള ലുക്കാണ്. ഓക്കെയാണ്. എനിക്ക് മുട്ടയടിക്കണമെന്നായിരുന്നു താല്പര്യം. അങ്ങനെ പോയിട്ടൊക്കെ വന്ന് നമ്മൾ മിൽക്ക് മെയ്ഡ് മേടിക്കാൻ മറന്നുപോയി, പായസം ഉണ്ടാക്കാൻ. നമ്മളത് മേടിക്കണം. അപ്പോൾ ഞാൻ കോപ്പെന്നേ പറയാറുള്ളൂ. ആക്ച്വലി ഇത് ഓപ്പ് എന്നൊക്കെ ആയിരിക്കും. എനിക്ക് പ്രൊണൗൺസിയേഷൻ ഒന്നും അത്ര കറക്റ്റല്ല. അവിടെ വരെ പോയി അത് മേടിക്കണം. പുതിയ ഹെയർ കട്ട് പൊളിച്ചിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇനി ഒരു 12 ദിവസമായിട്ട് വീട്ടിലിരിപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി മുട്ട അടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു മുട്ട വേണ്ടാന്ന്. എന്തായാലും നോക്കട്ടെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണേൽ അടിക്കാം മുട്ട അല്ലേ. ഇത് ആക്ച്വലി നല്ല ക്ലൈമറ്റാണ്. പക്ഷെ രാവിലെ കുറച്ച് തണുപ്പായിരുന്നു പോയ സമയത്ത്. അതുകൊണ്ടാണ് മറ്റേ ഓൾറെഡി ഒരു ഹുഡി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജാക്കറ്റും കൂടെ എടുത്തിട്ടേക്കുന്നത്. വിൻഡില്ല, അത് തന്നെ വലിയൊരു സന്തോഷം. വിൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വിൻഡും മഴയുമാണ് ഇവിടെ നമ്മളെ തളർത്തുന്ന 2 കാര്യങ്ങൾ. ഇനിയിപ്പോൾ നവംബറിലോട്ട് കയറുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ സുഖമായി, ഇരുട്ടായി, വേറെ ഡിപ്രഷൻ അവസ്ഥയോട്ടൊക്കെ പോകും. ഒറ്റയ്ക്ക് താമസിക്കുന്നത് പിന്നെ പറയേ വേണ്ട. എനിക്കിങ്ങനെയുള്ള ഭ്രാന്തൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഒരു പായസം കുടിക്കണം, ഇപ്പോൾ അത് കുടിക്കണം. അതാണ് ആക്ച്വലി നമ്മൾ സംഭവം മേടിച്ച് വീട്ടിലോട്ട് നടക്കുവാണ്. ഈ 2 ആഴ്ച ആനുവൽ ലീവ് എടുത്തത് ഞാൻ യൂസ് ചെയ്യും. അതെൻ്റെ ഒരു ബാഡ് ഇതാണ്. ചിലർക്ക് അത് സ്വഭാവമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താലും ആക്ച്വലി ഒരു 100 പ്രാവശ്യം ഒരു ദിവസം പറയായിരിക്കും. മേ ബി എൻ്റെ വൊക്കാബുലറീസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ വീടെത്തി. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നു ഗൈസ്. നമ്മൾ താഴെ കോപ്പി പോയിട്ട് സാധനം മേടിച്ച് വന്നു. ഇന്ന് ആക്ച്വലി നൈറ്റ് ഓഫ് ആണ്. ഇനി ഞങ്ങൾക്ക് 12 ദിവസം കഴിഞ്ഞ് ഷിഫ്റ്റിന് പോയാൽ മതി. അതും ഒരു ബാങ്ക് ഷിഫ്റ്റാണ്. അതുവരെ വീട്ടിലിരിപ്പ് തന്നെ. ജിമ്മിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഭയങ്കര മടിയാണ്. അതിന് 2 വർഷം മുന്നേ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡിസംബറിലാണ് ഒരു വെയിറ്റ് ലോസ് നടത്തിയത്. ഒരു 5 kg മാത്രം. അതും സിസ്റ്ററുടെ മാരേജിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് കുറച്ചു, ഒരു ക്ലോത്ത് ഫിറ്റ് ആവാൻ വേണ്ടി. അതിനുശേഷം ഞാൻ കുറച്ചിട്ടേ ഇല്ല. അതിനുശേഷം നല്ല തീറ്റയായിരുന്നു. ഇരുന്ന് തിന്നുമായിരുന്നു വേണമെങ്കിൽ പറയാം. നാട്ടിൽ പോയിട്ട് ഇവിടെയും അങ്ങനെ എനിക്ക് വയറിന് നല്ല പണിയൊക്കെ കിട്ടിയായിരുന്നു. ഉള്ള ചിക്കനും ബീഫും എല്ലാം കഴിച്ച് ഉള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ചു. അങ്ങനെ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പിന്നെ ബീഫ് ആൻഡ് ചിക്കൻ അങ്ങ് നിർത്തി എന്ന് പറഞ്ഞാൽ പറയാം. ഇടയ്ക്കൊരാഗ്രഹം തോന്നുമ്പോൾ കഴിക്കും. അപ്പോൾ എനിക്ക് പണി കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഫുള്ളി ഒരു 90% വേണമെങ്കിൽ ഫിഷ് ആൻഡ് വെജിറ്റബിൾസിലായിട്ട് മാറി എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ചേഞ്ചസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളിന്ന് ചാള മേടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചാളക്കറിയും കപ്പയും കഴിക്കും. മറ്റന്നാൾ തൊട്ട് നമുക്ക് ഡയറ്റ് തുടങ്ങാം. നോക്കട്ടെ എങ്ങനെയുണ്ട്. ഓക്കെ, ബൈ ഗൈസ്, ബൈ ബൈ.